ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഈ മാസം 19 വരെയാണ് സമയം. പത്രികയുടെ സൂക്ഷ്മ പരിശോധന 20 നടക്കും. 22 വരെ പത്രിക പിൻവലിക്കാം. മെയ് 7 വോട്ടെടുപ്പ്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA പ്രചാരണത്തിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. വർക്കലയിലും കാട്ടാക്കടയിലും കന്യാകുളങ്ങരയിലും നടന്ന യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. ആറ്റിങ്ങലിൽ സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് ഇന്ന് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി V മുരളീധരൻ ഇന്ന് കിളിമാനൂർ മേഖലയിലാണ് പര്യടനം നടത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഈ മാസം 15, 16 തീയതികളിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. 15 രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി അന്ന് സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം പൂർത്തിയായി. ഏപ്രിൽ 9 ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചത്. 2748 വീതം ബാലറ്റ് യൂണിറ്റുകൾ, കൺട്രോൾ യൂണിറ്റുകൾ, 2953 VVPAT എന്നിവയാണ് വിതരണം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഏപ്രിൽ 12, 15 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന പരിശീലനം യഥാക്രമം ഏപ്രിൽ 16, 17 തീയതികളിലേക്ക് മാറ്റിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വേദികളിലും സമയത്തിലും മാറ്റമില്ല. പാനൂർ സ്ഫോടനത്തെ സംബന്ധിച്ച റിമാൻഡ് റിപ്പോർട്ട് ഗൌരവതരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ താമരശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുൽത്താൻ ബത്തേരിയുടെ ആദ്യത്തെ പേര് ഗണപതിവട്ടമെന്നായിരുന്നുവെന്നും കോൺഗ്രസും CPIMും ഈ വിഷയത്തിൽ അധിനിവേശത്തെ പിന്തുണയ്ക്കുകയാണെന്നും ശ്രീ സുരേന്ദ്രൻ ആരോപിച്ചു. ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ പ്രചരണ പരിപാടികൾ അലങ്കോലപ്പെടുത്തിയ CPIM ഇടപെടൽ അപലപനീയമാണെന്ന് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. പരാജയഭീതി മൂലമാണ് CPIM ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള സർക്കാരിന്റെ പാഠപുസ്തകം എന്ന നിലയിൽ വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സമൂഹത്തിൽ ഭിന്നത വിതയ്ക്കാനും കേരളത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാനുമുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. തൃപ്പൂണിത്തുറ MLA K. ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന എതിർ സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന K. ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ ആരോപണം. ആരോപണത്തെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഹർജി തള്ളിയത്. സംസ്ഥാനത്ത് വിഷുചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനിടയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ റംസാൻ വിഷു ചന്തകൾ തുറക്കാനുള്ള നീക്കം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് ചന്തകളെ ഉപയോഗിക്കരുതെന്നും ഇത് സംബന്ധിച്ച പരസ്യങ്ങൾ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്നിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതായി SBI അറിയിച്ചു. ഇന്നു മുതൽ സംഭരണ വില കർഷകർക്ക് വിതരണം ചെയ്യുന്നത് ഊർജിതമാക്കുമെന്നും SBI വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. അമിതമായ ചൂട് കാരണം സൂര്യതാപവും സൂര്യാഘാതവും ഉണ്ടായേക്കാം. ഇതുമൂലം ക്ഷീണവും തളർച്ചയും ബോധക്ഷയവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്നും DMO അറിയിച്ചു. തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളം കുടിക്കണം. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 19 പുലർച്ചെ 2 മണി മുതൽ 20 ഉച്ചയ്ക്ക് 2 വരെ തൃശൂർ താലൂക്ക് പരിധിയിലുൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകളും പൂർണ്ണമായും അടച്ചിടുന്നതിനും ലഹരി വസ്തുക്കളുടെ വിൽപ്പന നിരോധിച്ചും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വ്യാജമദ്യ വിൽപ്പന കർശനമായി തടയുന്നതിനാവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും പോലീസ്, എക്സൈസ് വകുപ്പ് അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ തിങ്കളാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കാം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.